കാട്ടിൽ കുതിര കുളമ്പടി കേട്ടു, കുയിലിന്റെ മണിനാദം കേട്ടു. കാട്ടിൽ കുതിര കുളമ്പടി കേട്ടു, കുറുമൊഴി മുല്ല പൂങ്കാട്ടിൽ രണ്ടു കുവലയ പൂക്കൾ വിടർന്നു. കുയിലിന്റെ മണിനാദം കേട്ടു, മാനത്തെ മായാവനത്തിൽ മിന്നും മാലാഖ മണ്ണിലിറങ്ങി. മാനത്തെ മായാവനത്തിൽ നിന്നും മാലാഖ മണ്ണിലിറങ്ങി. അതൊരു സിഗരറ്റ് വലിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ബീഡി വലിക്കുകയാണെങ്കിലോ അത് അതിൻ്റെ മണം കേട്ടാൽ അറിയാം, മണം അടിക്കും, അല്ലെങ്കിൽ പുക കണ്ടാൽ അറിയാം, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇന്നിപ്പോൾ അതൊന്നും ആർക്കും പിടിക്കാൻ കഴിയാത്ത ലഹരി വസ്തുക്കളാണ് കുട്ടികൾ ഉപയോഗിക്കുന്നത്. അതും ചെറുപ്രായത്തിൽ തന്നെ, അത് ഹൈസ്കൂൾ ലെവലല്ല, ഈവൻ UP സ്കൂളിലെ കുട്ടികൾ പോലും അത് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്നു. അപ്പോൾ അങ്ങനെ സാഹചര്യം പറയും. അപ്പോൾ വിദ്യാർത്ഥികളാണെങ്കിൽ തന്നെ അത് പിടിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികളുടെ സ്വഭാവവും അതിനനുസരിച്ച്, കാരണം നമ്മൾ ഇത്തരം ഈ മയക്ക് മരുന്നുകൾക്ക് അടിമപ്പെട്ടവരോട് നമ്മൾ നല്ല രൂപത്തിൽ സംസാരിച്ചാലും അവർ ആ രീതിയിലല്ല എടുക്കുക. അതൊരു പ്രതിഷേധത്തിന്റെ സ്വരമായിരിക്കും എപ്പോഴും അവരിൽ നിന്നുണ്ടാവുക. മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഈ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് രൂപപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ അത് തന്നെ അതിലെ ഓരോ അധ്യാപകർക്കാണെങ്കിൽ തന്നെ അതിലെ ഓരോ കമ്മിറ്റി ഉണ്ട്. ഈ കമ്മിറ്റിയിലുള്ള ഓരോ വിവിധ തലത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരും തന്നെ മറ്റ് പൗരപ്രമുഖരുണ്ട്, മറ്റ് സമൂഹത്തിലുള്ള ഒരുപാട് പരിമിതികളായി. പക്ഷെ ആ പരിമിതികൾ മാറാൻ കേരളത്തിലെ ഏറ്റവും വലിയ സേന പോലീസാണ്. ആ പോലീസ് എന്തുകൊണ്ടാണ് നിയമ സംവിധാനങ്ങളെ സമീപിച്ചുകൊണ്ട് ഈ നിയമത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കുന്നുള്ളത് പിന്നീട് നശിപ്പിക്കപ്പെട്ടു. ഈ രീതിയിൽ സാമൂഹ്യ വിരുദ്ധർ ആദ്യം ചെയ്യുക ഇത് നശിപ്പിക്കലാണ്. നമ്മളതൊരു ഒറ്റപ്പെട്ട റെയിൽവേ ട്രാക്കിന് അടുത്തുള്ള ഒരു സ്കൂൾ ആയതുകൊണ്ടായിരിക്കാം ഇങ്ങനെ, ടൗണിലൊന്നും ഈ പ്രശ്നം ഉണ്ടാവില്ലായിരിക്കാം. എന്നാലും ഇത് നിരന്തരം വെക്കുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, PTA സംബന്ധിച്ചിടത്തോളം അമിതമായ സാമ്പത്തിക ഭാരം ഉണ്ടാക്കുന്ന. പിന്നെ നേരത്തെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വിഹിതത്തിൽ ഒരു 10,000 രൂപ ഒരു സ്കൂളിനാണെങ്കിൽ നല്ലതായിരുന്നു സാർ. എല്ലാവർക്കും കൂടിയിട്ടാണോ 10,000 എന്ന് എനിക്കറിയില്ല. അത് നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ സാധിക്കുന്നുള്ളത് അതിന് തന്നെയാണ് ഈ SPG പോലെയുള്ള സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പുകളുടെ ഒരു പ്രാധാന്യം അവിടെ വരുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ പറഞ്ഞ ആളുകളെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള ആളുകളെ സെലക്ട് ചെയ്യാം. തീർച്ചയായും നേരത്തെ ആദ്യത്തെ പേര് വിദ്യാർത്ഥി മാഷ് പറഞ്ഞ പോലെ ജോയിന്റ് റെയ്ഡ് നടത്താൻ നമ്മുടെ ആരോഗ്യ വകുപ്പുമായി ചേർന്ന് ജോയിന്റ് നടത്തുന്ന പോലെ നല്ലൊരു സജഷനാണ്. തീർച്ചയായും നമുക്കത് റെയ്ഡ് അതിന് നിങ്ങളൊരു മാസം കാത്തു നിൽക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും ഇപ്പോൾ ഇന്നത്തെ സംവിധാനത്തിൽ പോലീസിൽ ആയാലും എക്സൈസിലായാലും ഡിപ്പാർട്ട്മെന്റുകളായാലും ഏത് സമയത്തും നിങ്ങൾക്ക് 24 hours ഞങ്ങളുടെ സേവനം ലഭ്യമാണ്. അപ്പോൾ നമുക്കത് അവരെയും കൂടി ഉൾപ്പെടുത്തി നമുക്കത്